ഹെവി ബ്ലീഡിങ് അഥവാ മെൻസസിന്റെ സമയത്ത് 1-2 മണിക്കൂർ ഇടവിട്ട് തന്നെ പാഡ് മാറ്റേണ്ട അവസ്ഥ വരിക, അതുപോലെ 7 ദിവസത്തിലധികമായിട്ട് ബ്ലീഡിങ് ഇങ്ങനെ നീണ്ടുപോവുക, ക്ലോട്ടുകളായിട്ട് പോവുക. എന്തുകൊണ്ടായിരിക്കും ഈ ഹെവി ബ്ലീഡിങ്? ഒരുപാട് റീസൺസ് ഉണ്ട്. ഹോർമോണൽ ചേഞ്ചസ് അഥവാ തൈറോയ്ഡ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ വരാം. PMOS അഥവാ PCOS ഉള്ള ആളുകളിൽ ചിലപ്പോൾ ഇങ്ങനെ കാണാം. ഫൈബ്രോയിഡ്സ് ഉള്ളവർക്ക് ഇതുപോലുള്ള ഹെവി ബ്ലീഡിങ് സാധാരണയാണ്. പിന്നെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ്ങിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ, എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേഷ്യ ഉള്ളവർക്ക്, അല്ലെങ്കിൽ അവിടെ പോളിപ്പ് വളരുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇത്തരത്തിൽ ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. നന്നായിട്ട് ബ്ലീഡിങ് പോകുന്നതിൻ്റെ കൂടെ പെയിൻ ഉണ്ടാവും. ഈ പെയിന് മിക്കപ്പോഴും ഒരു ഡൾ പെയിൻ ആയിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെയിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ പ്രഷർ സിംറ്റംസ് ഉണ്ടാവാം, ഫൈബ്രോയിഡ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് പീരീഡ്സ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ പെയിൻ ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രോഗ്രസീവായിട്ട് പെയിൻ വരിക, പെയിൻ കൂടി വരിക. പേഷ്യൻസ് പറയുന്നത് നമ്മുടെ ഒരു കത്തി എടുത്ത് വരയുന്ന പോലെ പെയിൻ ഉണ്ടാവുന്നതാണ്. അത്രയ്ക്കും സിവിയർ ആയിട്ട് പെയിനും ഇതുപോലുള്ള ഹെവി ബ്ലീഡിങ്ങും വരുവാണെന്നുണ്ടെങ്കിൽ അത് കണ്ടീഷൻ വേറെയാണ്. അഡിനോമയോസിസ് ആണ് ചാൻസ് കൂടുതൽ. അഡിനോമയോസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എൻഡോമെട്രിയോസിസിനെ കുറിച്ച്. അതായത് യൂട്രസിന്റെ അകത്തെ ലൈനിങ് ഇല്ലേ, നമ്മൾ ഈ മെൻസസിന്റെ സമയത്ത് ഷെഡ് ചെയ്ത് പോകുന്ന ആ ലൈനിങ് പല സ്ഥലങ്ങളിലും പറ്റിപ്പിടിച്ച് വളരുന്നതിനാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയാം. അതേ കണ്ടീഷൻ തന്നെ നമ്മുടെ യൂട്രസിന്റെ വോളിനുള്ളിൽ പോയിട്ട് വളരുന്നതിനെയാണ് അഡിനോമയോസിസ് എന്ന് പറയാം. ആ സമയത്ത് ഈ എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിന്റെ ഉള്ളിൽ വളരുന്ന സ്ഥലത്തൊക്കെ ഈ ഹോർമോണൽ ചേഞ്ചസിനനുസരിച്ച് മെൻസസിന്റെ ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെയും ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ആ ഭാഗങ്ങളെല്ലാം ഇൻഫ്ലെയിംഡ് ആവുന്നതുകൊണ്ട് നല്ല സിവിയർ പെയിനും ആയിരിക്കും. ബ്ലീഡിങ്ങിന്റെ അസ്വസ്ഥതയെക്കാളും പെയിൻ എന്നുള്ളതിന്റെ അസ്വസ്ഥതയാണ് അഡിനോമയോസിസിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇത് നമുക്ക് വളരെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. കണ്ടീഷൻ ഏതായാലും നല്ല രീതിയിൽ ബ്ലീഡിങ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ HB ലെവല് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അതായത് രക്തക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. സോ എന്തെങ്കിലും തലകറക്കോ അല്ലെങ്കിൽ ക്ഷീണോ ഇത്തരത്തിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ HB പോയി ചെക്ക് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ.